നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതും ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ അവിയൽ തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പച്ചക്കറികളെല്ലാം തന്നെ വേണം. ഇത് ക്യാരറ്റ് ഇത്രയും വേണം, ഇത് വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ പച്ചേത്തയ്ക്ക, പിന്നെ കുറച്ച് പടവലങ്ങ, ഇത് ചേന, വെള്ളരിക്ക, ഇത് ചേമ്പ്, കപ്പ ഉണ്ടെങ്കിൽ കപ്പ ഇട്ടാലും നല്ലതാണ്. പിന്നെ ഇത് ഇത്രയും വെജിറ്റബിൾസ് ഇത്രയും വേണം. പിന്നെ കുറച്ച് തക്കാളി ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എണ്ണം എടുത്തു. വലിയൊരു തക്കാളി ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഉള്ളിയും കറിവേപ്പിലയും നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ, അത് ഞാൻ പിന്നെ പറയാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്തോട്ട് ഇടുവാണ്. തക്കാളിയും പച്ചമുളകും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസുമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. ഇത്രയും വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഉണ്ട്. മതിയമ്മ, ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഇടും. അടച്ചു വെച്ച് നമ്മൾ വേവിക്കാം. ഇനി നമ്മൾ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി, അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ഇടുന്നത്. ഇനി അതിൻ്റെ കൂടെ വേണം ഉപ്പിടാൻ. ബാക്കി നോക്കിയിട്ട് ഇടാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി അവിയലിന് അരയ്ക്കാനുള്ള കാര്യങ്ങൾ പറയാം. ഇത് 1 മുറി കൂടുതൽ തേങ്ങയുണ്ട്, പിന്നെ പച്ചമുളക്, ഒരു കുറച്ച് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇത്രയും ജീരകം, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് അരയ്ക്കാനുള്ളത്. ഇനി വെജിറ്റബിൾസ് എല്ലാം വെന്തു. ഇനി നമ്മളതിൻ്റെ അരപ്പിടാൻ പോവാം. ഇച്ചിരി ഗ്രേവിയുള്ള അവിയലാണ് എനിക്കൊരു പ്രത്യേകത. അതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഈ അരപ്പുമായിട്ടൊക്കെ ചേർന്ന് അത് കുറുകി വരും. പിന്നെ ഈ അരപ്പിൻ്റെ കൂടെ മിക്സിയിൽ അരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് വേറെ വല്ല ഇടികല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഇട്ട് ചതച്ചിട്ട് വേണം ഇതിനകത്തിടാൻ. അതല്ല അരകല്ലെ വെച്ച് അരയ്ക്കുവാണെങ്കിൽ എല്ലാം കൂടെ വെച്ച് അരയ്ക്കാം. പിന്നെ മിക്സിയിൽ ഒരൊറ്റ കറക്ക് അത്ര മതി. രണ്ടാമത് കറക്കാൻ പോയാൽ അത് മുഴുവൻ അരഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിടക്കാൻ. അപ്പോൾ വെളുത്തുള്ളിയും ജീരകവും മിക്സിയിൽ അരയ്ക്കുവാണെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കണം. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് അരപ്പ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മളിനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാം. ഈ ഉള്ളി എന്ന് പറയുന്നത് നമ്മളൊരു 10-20 ഉള്ളി ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരു പിടി ഉള്ളി ഉണ്ടായിരുന്നു. അത് ഈ ഒരു പരുവത്തിൽ വേണം ചവച്ചെടുക്കാൻ. ഇന്ന് അരയ്ക്കരുത്, ചവച്ചെടുക്കണം. ഇനി കറിവേപ്പില നന്നായിട്ട് ഒന്ന് ഞെരടി, നല്ല നാടൻ കറിവേപ്പിലയത് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. കറിവേപ്പില എത്ര ഇടുന്നുണ്ട്? ഇനി ഈ കറിവേപ്പിലയും ഉള്ളിയും കൂടെ നന്നായിട്ട്, ഉള്ളിയും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇടുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. പച്ച വെളിച്ചെണ്ണയും ഉള്ളിയും കറിവേപ്പിലയുടെയും കൂടെ ഒരു മണം ഇപ്പം നന്നായിട്ട് വരും. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് അടച്ചു വെക്കുക. ഇത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യുക, അടച്ചു വെക്കുക. ഇത്രേ ഉള്ളൂ.
അവിയൽ.